ഹായ് സുഹൃത്തുക്കളെ, ഈ ഒക്ടോബർ 18 മുതൽ വ്യാഴം മാറുന്ന കഥ എല്ലാവർക്കും അറിയാം. അതേപ്പറ്റി പല വീഡിയോയിലും വന്നിരുന്നു. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ രാഹുവിനെ പറ്റി പറഞ്ഞത് ഈ 18 നവംബർ 18 മാറിക്കഴിഞ്ഞാൽ ഡിസംബർ 5 വരെയാണ് ഈ വ്യാഴം വക്രത്തിൽ പോകുന്നത്. അപ്പോൾ ഈ വ്യാഴം വക്രത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വ്യാഴം തന്നെ എക്സോൾട്ടഡായി, ഓവർ സ്പീഡ്, പവർഫുള്ളാണ് ഇപ്പം. പക്ഷേ ഈ വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു രാഹു നിന്നിരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പിക്ചർ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ വ്യാഴം എങ്ങനെയാണ് വക്രത്തിൽ പോകുന്നത് എന്നറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളപ്പം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൂടാതെ ഇത്രയും നാളും വ്യാഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുവിനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഈ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു നീതികേട്, ജെന്യൂനിറ്റി ഇല്ല. അത് ബാഡ് പൊസിഷന് വന്നു കഴിഞ്ഞാൽ അഗ്രസീവാണ്, ആർഗ്യുമെൻറ്റിൻ്റെ ഗ്രഹമാണ്, ലെപ്പട ഉണ്ടാക്കും, അതായത് ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഗ്രഹമാണ്, ഓവർ തിങ്കിങ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രണയബന്ധത്തിൽ വേർപ്പെടാൻ, മദ്യം, മയക്കുമരുന്ന്, ഇതെല്ലാം ഈ രാഹുവിൻ്റെ റേഡിയേഷനാണ്. എന്തിനു പറയുന്നത്, നമ്മുടെ ക്യാൻസർ പോലും ഉണ്ടാക്കുന്ന രാഹുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹം വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു ഇത്രയും നാളും ഈ പറഞ്ഞ മതിരാഹു. അപ്പം ഈ പറയുന്ന രാഹു അധികം മീൻസ് ഒരു ഇതെന്ന വ്യാഴം സാത്വികനാണ്. അതായത് നല്ല ചിന്താഗതി, നല്ല കർമ്മങ്ങൾ, നല്ല ഗുണങ്ങൾ എല്ലാം ഉള്ളതാണ് വ്യാഴം. വ്യാഴം എന്ന ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. അപ്പോൾ ഈ വ്യാഴത്തെ പറ്റി പറയാതെ നമ്മൾ രാഹുവിൻ്റെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. ഈ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത്. വ്യാഴം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ശുഭകാര്യത്തിനും എല്ലാ സന്തോഷത്തിനും വകയുള്ള ഒരു ഗ്രഹമാണ്. നമ്മുടെ ബർത്തിയായിട്ട് പല പ്ലാനറ്ററി പൊസിഷന് നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാലും ആ ഒരു പൊസിഷനിൽ പോലും ചിലപ്പം വ്യാഴം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വ്യാഴം വന്നു കഴിഞ്ഞാൽ ട്രാൻസിറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗോചാരം വന്നു കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് നല്ലതായിട്ട് ഹാപ്പൻ ചെയ്യും. അതാണ് ഈ വ്യാഴത്തിൻ്റെ പ്രത്യേകത. അപ്പം ഈ സപ്പോസ് ചിലപ്പോൾ കുട്ടികളില്ലാത്തവരൊക്കെ കുട്ടികളുണ്ടാകാം. വ്യാഴമായിട്ട് ആ ഒരു കണക്ടിവിറ്റി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ധനാഗമനം വരാം, വലിയ വലിയ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യാഴമെന്ന് പറയുന്നത്. വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. ഈ എല്ലാ ഗ്രഹത്തെയും കൺട്രോൾ ഒരു അധിപനെന്ന് വേണമെന്ന് ഇനി പറയാം വ്യാഴം എന്ന് പറഞ്ഞാൽ. കാരണം ആ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു കൺട്രോൾ. അപ്പോൾ ഇവിടെ വന്ന ഈ രാഹുവിൻ്റെ ഒരു കൺട്രോൾ വ്യാഴത്തിൻ്റെ കയ്യിലായിരുന്നു. കാരണം 159 എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 159 എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട 159261037114812. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആംഗിളിലുള്ള പ്ലാനറ്റുകൾ തമ്മിൽ ഇൻറ്റേർണൽ കണക്ടിവിറ്റി വരുമ്പോഴാണ് പല ഗ്രഹങ്ങളും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയുന്നതും. ആ ഒരു നെഗറ്റീവ് പ്ലാനറ്റുമായിട്ട് നല്ലൊരു ഗ്രഹം ചിലപ്പോൾ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവാകും. പോസിറ്റീവ് ഗ്രഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ഗ്രഹവുമായിട്ട് ഒരു നെഗറ്റീവ് പ്ലാനറ്റും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റ് നീചമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പല ബർത്തിയാട്ടിലും കാര്യങ്ങൾ ചില ഇതായിട്ടുള്ള കണക്ടിവിറ്റിയുടെ അല്ല ദശ അന്തർദശ അങ്ങനെയൊക്കെ അതിൽ നിന്ന് പോകുന്നതും ഈ വ്യത്യാസങ്ങൾ ചില കാര്യങ്ങളൊക്കെ വരാനുള്ള ചില ബർത്തിയാട്ടില്ല. ഇപ്പം തന്നെ ശുക്രനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രദശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശുക്രൻ ഒരുപോലെ ആകത്തില്ല. ശനിദശ എന്ന് പറഞ്ഞാൽ അല്ല ഇപ്പം എല്ലാവർക്കും സമ്പത്ത് കാണേണ്ടതാണ്. ശനിദശയിൽ എല്ലാവർക്കും മോശമല്ല. അപ്പം ഈ ഒരു കണക്ടിവിറ്റിയുടെയും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഡീപ്പായിട്ട് പല സയൻസിലുണ്ട്, പല രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഡീപ്പായിട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ അങ്ങനെയുള്ള നെഗറ്റീവ് സംഭവങ്ങൾ പോലും നമ്മൾ ഈ വ്യാഴമൊക്കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാക്കി മാറ്റുമെന്നുള്ളത് മെയിനായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു മീൻസ് ഒരു എല്ലാ നീചപ്രവർത്തികൾക്ക് കൂടി നിൽക്കുന്ന ധാർമ്മികതയില്ല, ധർമ്മമില്ല, കർമ്മമില്ല, സത്യം, നീതി. അപ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രാഹു സപ്പോസ് ചില പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുമ്പോൾ ആ പ്ലാനറ്ററി പൊസിഷന് രാഹു അഴുക്കാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട നമ്മുടെ രാഹുവിൻ്റെ പൊസിഷന്, രാഹു എന്ന് പറഞ്ഞാൽ 2, 8, 9, 12, 2, 8, 9, 12 അങ്ങനെയൊക്കെ ഉള്ള പൊസിഷൻ നിങ്ങളുടെ ബർത്തിയായിട്ട് നിൽക്കുന്നത് വെരി ബാഡ് എന്ന് പറയും പൊസിഷന്. അതേപോലെ 1, 7 എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവലിലോ നിങ്ങളുടെ ലഗ്നത്തിലോ അല്ലെങ്കിൽ 7 രാഹു നിൽക്കുവാണെന്ന് മീഡിയം ലെവലിലായിട്ടുള്ള ഒത്തിരി മോശമല്ല, ഒരുമാതിരി നല്ലതാണ്. അതുപോലെ 4, 5 പൊസിഷൻ എന്നാൽ മിക്സാണ്. അപ്പോൾ ഇത്ര ഒരു മെയിനായിട്ടുള്ള ഒരുമാതിരി ബാഡായിട്ടുള്ള രീതിയിൽ ഒന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ രാഹു എന്ന് പറഞ്ഞാൽ വെരി ഗുഡായിട്ടുള്ള പൊസിഷനുണ്ട്. 3, 6, 10, 11
3ഉം 6ഉം 10ഉം 11ഉം ഭയങ്കര നല്ലതാണ്. കാരണം നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ അങ്ങനെയുള്ള പൊസിഷനിൽ രാഹു നിൽക്കുകയാണെന്ന് വരിക. അപ്പോൾ രാഹു അതുമായിട്ട് ഈ പല ഈ സപ്പേഴ്സ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ശുക്രനുമായിട്ടൊക്കെ കണക്ഷൻ ആവുമെന്നും വേറെ നെഗറ്റീവ് പ്ലാനറ്റൊന്നും എനിമി അതായത് ശത്രുഗ്രഹങ്ങളൊന്നും കണക്ഷൻ ഇല്ല എന്ന് വരികയും നിങ്ങൾക്ക് വളരെ നല്ലതാണെന്നുള്ള ഒരു ബേസിക്കായിട്ടുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഇതെന്നല്ല നമ്മുടെ ബർത്ത് ചാർട്ട് അത്യാവശ്യമായിട്ട് നമ്മളൊന്ന് അന്വേഷിച്ചത് ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ഷൻ ഉണ്ട്, നല്ല ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്, അഴുക്ക ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്, അതനുസരിച്ച്. അപ്പോൾ ഇതൊരു ബർത്ത് ചാർട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കണ്ടോ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബർത്ത് ചാർട്ടിൻ്റെ ആണോ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് നല്ലതാണോ അഴുക്കാണോ, ഏതൊക്കെ ഗ്രഹങ്ങൾ നെഗറ്റീവ്, ഇവിടെ ഇത് കണ്ടോ 1592610371148112 എന്നുള്ള ആംഗിളിലൊക്കെ ഇത് പറഞ്ഞാൽ ആക്ച്വലി ബൃഹനാഡിയുടെ ഒരു ചാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കി ഇപ്പം നമുക്ക് ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്, എടുക്കുന്നത്, ഏത് ഗ്രഹങ്ങൾ നല്ലതാണ് അഴുക്കാണ്, അപ്പോൾ എല്ലാം അറിയാൻ പറ്റും. ഇപ്പം ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കി ഇവിടെ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ അതിനകത്ത് നല്ല ഗ്രഹങ്ങളുണ്ട്, ചീത്ത ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട നല്ല ഗ്രഹങ്ങളുമായിട്ട് അഴുക്ക ഗ്രഹങ്ങൾ നടന്ന് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങൾ ചീത്ത ആയിപ്പോൾ, നല്ല ഗ്രഹങ്ങൾ ചീത്തയായിപ്പോൾ അപ്പം നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഗുണം ലഭിക്കത്തില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല തടസ്സങ്ങൾ, ഫൈനാൻഷ്യൽ ലോസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോറിൻ പോയി കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഏറ്റവും അല്ലാതെ ഒബ്ജക്ഷൻ അല്ല എഡ്യൂക്കേഷൻ ബ്രേക്ക് വരിക, ഫൈനാൻഷ്യൽ ലോസ് വരാം, ബറോസാഗിരി യോഗ, അങ്ങനെ ഒരുപാട് യോഗങ്ങളും കാര്യങ്ങളും ഇല്ല. ഇത് ആക്ച്വലി ബൃഹനാഡി എന്ന് പറഞ്ഞ ഇതാണ്. അത് നോർത്ത് ഇന്ത്യൻ ചാർട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു രീതിയിൽ ഉള്ള ഒരു കൺസൾട്ടേഷൻ നിങ്ങൾ കറക്റ്റ് 100% ചെയ്തിരിക്കണം. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് വേണമല്ലോ. കാരണം ആ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള രീതി വരച്ചിട്ട് നിങ്ങൾക്ക്, ഞാൻ എൻ്റെ അടുത്താണ് വരുന്ന മീൻസ് എൻ്റെ ക്ലയൻ്റാണ്, ഞാൻ 100% ഈ ഒരു രീതിയിലുള്ള വരച്ചിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ഏതൊക്കെ പ്ലാനറ്ററി പൊസിഷനാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്നത്, നെഗറ്റീവായിട്ട് നിൽക്കുന്നത്, അല്ലെന്നിരി എങ്ങനെയാണ് ഗോചാരം, ബാക്കിയുള്ള കാര്യം A to Z വരച്ചെടുത്തിട്ട് ആ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി എല്ലാം വായിച്ചിട്ട് നമ്മൾ വാട്സപ്പ് അയച്ചു തരും. ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ. അപ്പോൾ അത് നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നൊരു പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നല്ലതായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഗ്രഹങ്ങൾ അഴുക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ആ ഉള്ള ഒരു കാര്യങ്ങൾ 100% നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ ഉള്ള ഒരു മീൻസ് നിങ്ങൾ ഒരു പ്രാവശ്യം ലൈഫിൽ വൺസ് ആവുമെങ്കിലും ആ ഒരു സാധനം ചെയ്തിരിക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ഈ ഇത് പിന്നെ പ്ലാനറ്ററി പൊസിഷൻ്റെ മാറുന്നതും അല്ലെങ്കിൽ ഈവന് നമുക്ക് വെറുതെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഏതൊക്കെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ എവിടെ നിൽക്കുന്നത്, അല്ല വ്യാഴം ഏത് പൊസിഷൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു നോക്കുമ്പോൾ എൻ്റെ രാശിയുടെ ഇന്നടത്താണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു രീതിയിലോട്ടുള്ള വ്യത്യാസങ്ങളെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല അത്യാവശ്യം അറിയുന്ന ഒരാളനുസരിച്ച് പോയിട്ട് കൺസൾട്ടേഷൻ കാര്യങ്ങൾ എടുത്ത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് വരച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള വാങ്ങിക്കണം. ഏതൊക്കെ ഗ്രഹങ്ങൾ അലൈൻ ചെയ്ത് നിൽക്കുന്നത്, ഏതൊക്കെ നെഗറ്റീവ് പ്ലാനറ്റ്, ഏതൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ ഒരു പ്ലാനറ്ററി പൊസിഷന് വ്യാഴമാണെന്നൊരു 12 വർഷമാണ് ഒരു പ്ലാനറ്ററി പൊസിഷനുള്ള ഒരു സോഡിയാക് സൈന് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സോഡിയാക് സൈക്കിള്. അപ്പോൾ ഒരു സോഡിയാക് സൈൻ കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു വ്യാഴം 1 വർഷം എടുക്കും. അതേമാതിരി രാഹു കേതുക്കളാണെന്നൊരിൽ 1.5 വർഷം എടുക്കും. അല്ലെന്നൊരു 20 വർഷം ടോട്ടൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഈ വ്യാഴം പലപ്പോഴും ഈ രാഹുവുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ വരുമ്പോൾ പല ആൾക്കാർക്കും അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ 3, 6, 8 എന്നൊക്കെ ഉള്ള പൊസിഷൻ അല്ലാതുള്ളിടത്ത് പ്രത്യേകിച്ച് രാഹു നിന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വ്യാഴവുമായിട്ടൊക്കെ കണക്ടിവിറ്റി വരുന്ന സമയത്ത് ഒരുപാട് പൈസ സമ്പത്തൊക്കെ കുമിഞ്ഞു കൂടാൻ, എടുക്കാൻ, സ്വത്തുക്കൾ മൾട്ടിപ്ലൈ ചെയ്യാൻ, അൺഎക്സ്പെക്റ്റഡായിട്ട് ചിലപ്പോൾ ലോട്ടറി അടിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഈ ഹൗസിൻ്റെ അനുസരിച്ച് പ്രത്യേകിച്ച് 11ാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഗെയിനിൻ്റെ ഹൗസാണ്, മീൻസ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഹൗസുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഹൗസിലുള്ള കണക്ടിവിറ്റികളെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള നോക്കിയിട്ടാണ്. 12 എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിൻ്റെ കളിയാണ്. അപ്പം അവിടെ 12 നിന്ന് കഴിഞ്ഞാൽ അത് മോശം. അപ്പോൾ ഓരോന്നിൻ്റെ ഇതിനകത്ത് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ അമ്മ അങ്ങനെ ഓരോ 1 മുതൽ 12 വരെയുള്ള കോളങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം ഈ ബേസിക്കായിട്ടുള്ള ഈ ഡെയിലി ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ അതാണ് ഇതാണ്. അപ്പം ഇപ്പോൾ പോലും പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലും ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷനായിരിക്കും.
അപ്പോൾ ലഗ്നം ലഗ്നമല്ല, നമ്മുടെ ഈ പറയുന്നത് നിന്ന് നമ്മുടെ രാശി വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആയിരിക്കും. രാശി വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ അക്യുറേറ്റ് ആയിരിക്കില്ല, ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷനാണ് കറക്റ്റ്. അപ്പോൾ ലഗ്നം കണ്ടുപിടിക്കാനുള്ള ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്തൊരു ചാർട്ട് ഇട്ടേക്കാം. ലഗ്നം കണ്ടുപിടിക്കാൻ ജനിച്ച സമയം വെച്ചിട്ട് ലഗ്നം തന്നെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. ഇതൊന്നും അല്ലെന്നൊരു നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇഷ്ടം പോലെ അവൈലബിളാണ്. നമുക്ക് ജസ്റ്റ് അതിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി എല്ലാം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ളേ ഉള്ളൂ. എന്നിട്ട് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഇപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങളെ, ഓരോ കാര്യങ്ങൾ നിൽക്കുന്നത്, എടുക്കുന്നത്. പക്ഷേ ഈ പലതെന്ന് ഡീപ്പായിട്ട് പഠിക്കില്ലെങ്കിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കുറച്ച്, കാരണം എല്ലാവരും നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെന്നൊരു വേറെ സമ്പത്തിൻ്റെ പ്രശ്നമായിരിക്കും, എല്ലാത്തും അവരവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വരീഡാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്ത് വരും, ഇങ്ങനെയാണോ, എന്താ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയം വരുമ്പോഴാണ് നമ്മളൊരു അസ്ട്രോളജിയൊക്കെ നോക്കാൻ ഒരാളെ സമീപിക്കുകയോ എടുക്കുകയോ ചെയ്യാൻ. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇന്നിപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ഒരു അസ്ട്രോളജറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുപോലെ ഇപ്പം തന്നെ രാഹുവിൻ്റെ കാര്യം പറഞ്ഞാലും നമുക്കിതിനു മുമ്പത്തെ ദശ, അന്തർദശ, ഭുക്തി, അന്തർഭുക്തി, അങ്ങനെ സൂക്ഷ്മ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ദശക്കകത്ത് നല്ലതായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി ഇപ്പോഴും ആ ഒരു രാഹു ആ ഒരു പൊസിഷൻ ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും. അപ്പം മോശമായിട്ടുള്ള ആൾക്കാർക്ക് മോശമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ആൾക്കാരെയും പറ്റി നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും ഒരു കുടുക്കിപ്പോയി ആരും ചാടല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ 18 തീയതി മുതൽ ഡിസംബർ 5 തീയതി വരെ വ്യാഴം ഇങ്ങനെ മാറുമ്പോൾ ഈ രാഹു ആക്ടിവേറ്റ് ആവുകയാണ്. അപ്പം നിങ്ങളുടെ ഇപ്പം പറഞ്ഞ മാതിരി ബർത്ത് ചാർട്ടിലെ ഈ പൊസിഷനിലൊക്കെ ആയിട്ട് റോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഇപ്പോൾ കാണും. ചിലപ്പോൾ ഒരു 2 പേര് അവിടെ നിന്ന് അടി കൂടാനോ എടുക്കാനോ തുടങ്ങുമ്പോൾ നിങ്ങൾ പോയിട്ട് ചിലപ്പോൾ പിടിച്ചു മാറ്റുന്നതായിരിക്കും. ഉറപ്പായിട്ട് ചിലപ്പോൾ ആ ഒരു കേസ് വഴക്ക് ജയിലിൽ വരെ പോകാനായിട്ടുള്ള സിറ്റുവേഷൻ വരാം ഈ ഒരു ഇങ്ങനത്തെ ഒരു ബാഡായിട്ടുള്ള നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക്. അതല്ലെന്ന് ഒരു ഇതേമാതിരി നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പഴയ ഒരു ഫ്രണ്ട്സ് ആയിരിക്കും വന്ന് നിങ്ങൾ പൈസ കടം ചോദിക്കാം. ഈ പൈസ കടം ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കിട്ടത്തില്ല. ആ പൈസ പോയി അല്ല നിങ്ങൾക്ക് അടുത്ത ആഴ്ച കൊണ്ട് ഇരട്ടിയായിട്ട് തരാം, അല്ല ഒറ്റ ആഴ്ച കൊണ്ട്, അല്ല 2 ആഴ്ച കൊണ്ട്, അല്ല 1 മാസം കൊണ്ട് നിങ്ങൾ ഇന്ന് 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ തരാമെന്ന് പറയും. അപ്പോൾ അത് എന്നിട്ട് അന്നേരം പോയിട്ട് ഇവിടെ ഈ പൈസ കിട്ടുകയില്ല. അല്ലൊന്നിരി എന്തെങ്കിലും ഇതുപോലുള്ള പെടാനുള്ള സാധ്യത. പിന്നെ അതേമാതിരി ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടിരിക്കുന്നവരെ മയക്കുമരുന്നിന് അടിമയാകാം. ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നില്ല, ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഒരു നേച്ചറെ, അല്ലെന്നൊരിയിലെ ബാഡായിട്ടുള്ള കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോശൻ രാഹു എന്ന് പറഞ്ഞാൽ എത്തിക്സ് ഇല്ല, ജീവിതത്തിലോടൊരു നന്മയില്ല. തിന്മയാ അഴുക്ക് രാഹുവാണ്, വെറും അഴുക്കാണ്. മറ്റുള്ളവരെ പറ്റി ബഹുമാനിക്കുക, അല്ലെ അവരെ പറ്റി അറിയാനും ആഗ്രഹിക്കുകയില്ല. ഒരു ഗുണ്ട, റോബിൻ ഹുഡിൻ്റെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എങ്ങനായാലും അതേമാതിരി നല്ല പാപത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് നല്ലതുമാണ്. പക്ഷെ എന്നാൽ എപ്പോഴും ഒരു അഗ്രസീവാണ് ഈ പറയുന്ന രാഹു എന്ന് പറയുന്നത്. എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്ത് ഇരട്ടി ഇപ്പോൾ പ്രോപ്പർട്ടി ആയിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രത്യേകിച്ച് ചൊവ്വ രാഹു ഒക്കെ കണക്ടിവിറ്റി, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ശുക്രൻ രാഹു ചില നല്ല പൊസിഷനൊക്കെ കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ആ ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്താണ്, പൈസയാണ്. ശുക്രൻ ഇരട്ടിക്കുക, അപ്പം സമ്പത്ത് ഇരട്ടിക്കുക എന്നുള്ളതാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ചൊവ്വ ആണെങ്കിലും ചില ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി നോക്കണം. അപ്പം ചിലയിടത്ത് ഈ പറഞ്ഞ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഡബിൾ ചെയ്യുക, ട്രിപ്പിൾ ചെയ്യുക. പിന്നെ അതിനകത്തുകൊണ്ട് ഈ പ്രത്യേകിച്ച് ചൊവ്വായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ദുഃഖം, സങ്കടം വേറെയൊക്കെ ഉണ്ട്, അത് വേറെ കാര്യങ്ങൾ. പക്ഷേ അത് മാരീനെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാനുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ ലൈഫ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കുടുക്കി പോയി ചാടാനായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കാരണവശാലും ഈ ഒരു പറഞ്ഞ ഇത്ര ഒരു 49 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. അല്ലെന്നൊരു ഇതേമാതിരിയുള്ള ഈ പ്രശ്നങ്ങളിലൊക്കെ ചാടാനോ എടുക്കാനോ, അല്ലെന്നൊരു ചിലപ്പോൾ പൈസ കടം ചോദിക്കാൻ ചില സുഹൃത്തുക്കളാരെങ്കിലും പൈസ കടം ചോദിച്ചാൽ പൈസ പോലും തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകാം. ഇപ്പോൾ കാരണം പൊതുവെ ഇപ്പോൾ വ്യാഴം മാറി നിൽക്കുന്നതുകൊണ്ട്, വ്യാഴം ഇപ്പോൾ വന്നതുകൊണ്ട് പല ആൾക്കാർക്കും പൊതുവെ വ്യാഴം മോശമായിട്ടിരുന്ന പല ആൾക്കാർക്കും നല്ലതായി. പക്ഷേ ഈ നല്ലതായിരുന്ന ഈ വ്യാഴം അങ്ങോട്ട് മാറിയപ്പോൾ ഇത്ര നാളും നന്മ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് നേരെയുണ്ടല്ലോ ഒരു രാഹുവിൻ്റെ കൂടെ ബർത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഇല്ലാത്ത പ്രശ്നങ്ങളിൽ പോയി കോർട്ട് കേസാകാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ലീഗൽ മാറ്റേഴ്സ്, അല്ലെങ്കിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള നഷ്ടത്തിൻ്റെ കഥയായിരിക്കും പറയാനുള്ളത്.
അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ആവശ്യമില്ലാത്ത ഇത്രയും ദിവസത്തെ കാര്യമുള്ളൂ, കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ അന്തർക്ക്, മുടന്തർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക്, അത് ശനിയുടെ റേഡിയേഷനാണ് ഈ അന്തർ മുടന്തരൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ബീഡി ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതേമാതിരി ഭൈരവൻ്റെ ടെമ്പിളിൽ കൊണ്ട് തലേദിവസി കള്ള് കൊണ്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് നേർച്ചയായിട്ട് മുടന്തർക്ക്, അന്തർക്ക് ദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ല റെമഡിയാണ്. അതുപോലെ പ്രാവിന് തീറ്റി കൊടുക്കുന്നത്, മീന് തീറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ രാഹുവിൻ്റെ റേഡിയേഷനാണ്. ഓം ദം ദുർഗായ നമ എന്ന് പറഞ്ഞാൽ ദുർഗാ മന്ത്രം ജപിക്കാം. പിന്നെ ആടും രാഹുവിൻ്റെ റേഡിയേഷനാണ്. പിന്നെ നിങ്ങൾക്ക് രുദ്രാഭിഷേകം ചെയ്യുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം രുദ്രാഭിഷേകം ചെയ്യുന്നതും രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അതുപോലെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ പാലിനകത്ത് നമ്മുടെ കുങ്കുമപ്പൂവുണ്ട്. കുങ്കുമപ്പൂവ് ഒരു പിഞ്ച് ഓഫ് ചെറിയൊരു കുങ്കുമപ്പൂ പാലിനകത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശുക്രനെയും വ്യാഴത്തെയും പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അതുപോലെ കുളിക്കുന്നുള്ള ചെറിയൊരു പിഞ്ചോ മഞ്ഞൾ പൊടിയെ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിട്ട് കുഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി ബാക്ടീരിയൽ അല്ല ആൻറ്റി ഫംഗലായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് ഈ പറഞ്ഞ മഞ്ഞപ്പൊടിക്ക്. അപ്പോൾ അങ്ങനും നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാർക്ക് മഞ്ഞച്ചരട് കാണത്തക്ക രീതിയിൽ കഴുത്തിലോ കയ്യിലോ ഒക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യാഴത്തെ പോസിറ്റീവ്. വ്യാഴം എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത്, വലിയ പൈസ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അതേമാതിരി ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു പിക്ചർ ഇട്ടേക്കാം. ഈ ഒരു പിക്ചർ നിങ്ങൾ കട്ട് ചെയ്തിട്ട് സ്ക്രീൻ സേവറായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ടുള്ള ഒരു വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള, വ്യാഴത്തിൻ്റെ കളറാണ് യെല്ലോ കളറാണ്, എല്ലാം ഒരു റേഡിയേഷനാണ്, ഒരു എനർജിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ള. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ നിരവധി വീഡിയോകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ആയിട്ടുള്ള ഓരോ രാശിക്കാരെക്കാറ്റിയുള്ള കണ്ടിന്യൂറ്റി ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ലോങ് ആയിപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞത്. അത് തന്നെയല്ല, ടൈമില്ല അധികം. മീനൻ രാശി എന്ന് പറഞ്ഞാൽ പീസീസ്, അതായത് കടലിൻ്റെ രാശി എന്നറിയപ്പെടും. കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരിതാണ്. അപ്പം ഇതിൻ്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. അതേമാതിരി ഇതിൻ്റെ സ്റ്റാറുകളെന്ന് പറഞ്ഞാൽ പൂരിട്ടാതി, കാല്, ഒടുവിലത്തെ കാല്, പിന്നെ ഉത്തിട്ടാതി, രേവതി. അപ്പോൾ ഇത്ര നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഇതിന് പൂരിട്ടാതിയെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ്, സൂര്യകർമ്മയിൽപ്പെട്ടാണ്. ഉത്തിട്ടാതിയെ കൺട്രോൾ ചെയ്യുന്ന ശനിയാണ്, ചന്ദ്രകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ രേവതിയെ കൺട്രോൾ ചെയ്യുന്ന ബുധനാണ്, ചൊവ്വകർമ്മപ്പെട്ട. അപ്പോൾ ഈ ചൊവ്വകർമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉള്ള ഒരു ദേഷ്യം, പിടിവാശികളെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറുള്ള നാളെ. അപ്പോൾ ഇങ്ങനെ ഓരോ നാളിൻ്റെ അതിൻ്റെ ആയിട്ടുള്ള കർമ്മയുടെ അനുസരിച്ചും അവരുടെ ഭരിക്കുന്ന ഗ്രഹങ്ങളെ, പിന്നെ സബ്ലോഡ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആംഗിളിൽ റേഡിയേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വഭാവങ്ങളും രീതികളും എല്ലാം വ്യത്യാസം വന്നിരിക്കും. അല്ലെന്നൊരു ചന്ദ്രകർമ്മയാണെന്നൊരു അവർക്ക് ചിലപ്പോൾ കൃഷിയോട് ചിലപ്പോൾ താല്പര്യം കൂടുതൽ കാര്യം കാണും. അങ്ങനെ ഓരോരുത്തരും സൂര്യനാണെന്നൊരു സൂര്യകർമ്മപ്പെട്ടാണെന്നൊരു അപ്പോൾ അവർക്ക് ആ ഒരു സൂര്യൻ്റെ കൂട്ടുള്ള ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ് പിടിവാശി. അല്ലെന്നൊരു മീൻസ് ഒരു പിടിവാശി എന്നാണ് ആരും ഞാൻ പറഞ്ഞാണ് ശരി എന്നുള്ളതായിട്ടുള്ളൊരു തിങ്കിങ് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഓരോ രീതിയിൽ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും അതിൻ്റെയായിട്ട് 100% വ്യത്യാസം ഓരോ സ്വഭാവത്തിലും രീതികൾക്കും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കർമ്മ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക, അതൊന്നും ശ്രദ്ധിച്ചു. അതേമാതിരി ഇപ്പം ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ 12 ഇപ്പം രാഹു മാറുന്നത്, രാഹുവിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. കാരണം 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു മാറുമല്ല, വ്യാഴം മാറുവാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ ഇവിടെ സാത്വികനാണ്. സാത്വികനെന്നാൽ നല്ല ചിന്താഗതി, നല്ലത് ചെയ്യണം, നല്ലത് മാത്രമേ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെ കൺട്രോൾ, ഈ വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു രാഹു ഇത്ര എന്നാണ്. അപ്പോൾ ഇപ്പോഴേ ഈ വ്യാഴം മുഴുവൻ അങ്ങോട്ട് മാറിയ സമയത്ത് രാഹു ഫ്രീ ആയി. രാഹു ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ രാഹുവിൻ്റെ ആയിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ ഒരു എത്തിക്സ് ഇല്ല, ഇലൂഷൻ്റെ ഗ്രഹമാണ്. ഇല്ലാത്തന്നെ ഉണ്ടെന്ന് കാണിക്കുന്നതായിട്ടുള്ള ഒരു മായിക പ്രപഞ്ചമാണ് രാഹു എന്ന് പറയുക. അപ്പോൾ ഈ ഒരു രീതി നോക്കുമ്പോൾ ഇവരുടെ ആയിട്ടുള്ള ആ ഓരോ രീതിയിലുള്ള എത്തിക്സ് ഇല്ല. ഒരാളോട് നന്മയില്ല, ഒരാളോട് സ്നേഹമില്ല, ഒരാളോട് ബഹുമാനം ഒരു പരിധി വരെ ഉള്ളൂ, അത് കഴിഞ്ഞുള്ള ബഹുമാനവും ഇല്ല. മീൻസ് ഒരു എല്ലാത്തിനോടും ഒരു ഭീഷണിയുടെ ഒരു സ്വരം, ഗുണ്ടയുടെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറെ, അല്ലെന്നൊരു അങ്ങനത്തെ ഒരു അഗ്രസീവ് പ്ലാനറ്റാണ് രാഹു. അപ്പം രാഹു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന, എക്സ്പാൻഡ് ചെയ്യുന്ന ഗ്രഹമാണ്. അപ്പോൾ ഈ രാഹുവിൻ്റെ ആയിട്ടുള്ള ഇതുകൊണ്ട് ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് രാഹു നിങ്ങളുടെ ഈ ബർത്ത് ചാർട്ടിൽ വരുന്നതിൻ്റെ ആയിട്ടുള്ള ഓരോ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് നിൽക്കുന്നതിൻ്റെ ആയിട്ടുള്ള പല നല്ലതും അഴുക്കുമായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും എന്നുള്ള മനസ്സിലാക്കുക.
അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഹൗസാണ് 12ാമത്തെ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ 12 മാറുമ്പോൾ അതുപോലെ സക്സസ് ഇൻ ഫോറിൻ ലൈഫ്, വെളിയിലുള്ള വിദേശങ്ങളിലുള്ള ആൾക്കാർക്ക് സക്സസ് ഉണ്ടാകും. അല്ലെന്ന രീതിയിൽ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് പോകാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡാമേജസ്, നമുക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാകാൻ, നഷ്ടപ്പെടാൻ, എടുക്കാൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഒരു എനിമി ശത്രുക്കളെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ആൾക്കാരുമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ടേംസിനകത്ത് വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ അല്ലെങ്കിൽ ഇഞ്ചറി, എന്തെങ്കിലും മുറിവുകൾ പറ്റാനുള്ളത്, ഹാം ഇൻ ലൈഫ്, നമുക്ക് ജീവിതത്തിലായിട്ട് എന്തെങ്കിലും ഒരു ഹാംഫുള്ളായിട്ടുള്ള ഒരു കാര്യം, അൺഎക്സ്പെക്റ്റഡുള്ള ട്രബിൾ, നമുക്ക് ചിലപ്പം എന്തുമേലും പോകുന്നതിനകത്ത് ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്നതിനായിരിക്കും അതിനും ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക, സൂയിസൈഡ്, മർഡർ, അൺഎക്സ്പെക്റ്റഡ് ട്രബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷനാണ് ഈ 12 എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ 12 എന്ന് പറഞ്ഞാൽ പൊതുവെ ബർത്തിയായിട്ട് നമുക്കത്ര പോസിറ്റീവ് അല്ല. പക്ഷെ എന്ന് വരികയിൽ ഈ 12 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഇവിടെ ഈ രാഹുവിൻ്റെതായിട്ടുള്ള സ്വഭാവം പറഞ്ഞു. അപ്പോൾ ഈ രാഹു 3, 6, 10, 11, 10, 11, 3, 6, 10, 11 എന്നീ പൊസിഷനിൽ രാഹു നിൽക്കുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല. പ്രശ്നങ്ങളൊക്കെ ഒരു പോസിറ്റീവ് മീൻസ് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുകയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് പ്രവാസികൾ അല്ലെങ്കിൽ വെളിയിലൊക്കെ എവിടെയും പോകാൻ യാത്ര ചെയ്യുന്നവർ, ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ആവശ്യമില്ലാത്ത വലിയ ഇപ്പോൾ ഹോസ്പിറ്റലായിട്ടോ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് എളുപ്പം കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിൽ വരാനോ എടുക്കാനോ ആ കുഴപ്പങ്ങളൊക്കെ മാറാനോ അല്ലെന്നൊരു പല പ്രശ്നത്തിൽ നിന്ന് മാറാതെ ഉള്ളത് മീൻസ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ, അല്ലെന്ന രീതിയിൽ മുറിവ് പറ്റുകയില്ല, അല്ലെന്ന രീതിയിൽ വേറെ ഒരു സെക്യൂർഡായിട്ടുള്ള ഇതാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും. അതൊന്നും സമയം നമുക്ക് ഈ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഞാൻ അതിൻ്റെ നേരത്തെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 3, 6, 10, 11 ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഒരു പ്ലാനറ്ററി പൊസിഷനിൽ നിങ്ങളുടെ രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ, അസുഖം എന്തെങ്കിലും മൂർച്ഛിക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആവശ്യമില്ലാത്ത ഒരു എക്സ്പെൻസ്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ അല്ലെ ബന്ധുക്കളുടെ ഹോസ്പിറ്റലിൽ പോയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ള രീതിയിലൊരു എക്സ്പെൻസ് ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ വേണമെന്നൊരു എടുത്തു ചാടാനുള്ളൊരു സാധ്യത. അതുകൂടാതാണെന്ന് വരില്ല ചിലർക്കൊരു മാനസികമായിട്ടുള്ള ഒരു ഡിപ്രഷന്മാരുള്ള ടെൻഡൻസി ഉണ്ടാവുക, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ചിലപ്പം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പ്രത്യേകിച്ച് രാഹു അല്ലെന്നൊരു കള്ള് കുടിക്കുന്ന, മീൻസ് പുകവലി അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് കൂടാനുള്ള ഒരു സാധ്യത. അങ്ങനെ അതെല്ലാം ഒരു രാഹു നെഗറ്റീവായിട്ടുള്ള വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ ഉള്ള മയക്കുമരുന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആംഗിൾ റേഡിയേഷൻപ്പെട്ട ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഉപയോഗം, കൺസംഷൻ കൂടാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യതകളും അവിടെ പറയാനുണ്ട്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടാകാനോ എടുക്കാനോ അല്ല അങ്ങനെയൊക്കെ ഉള്ള സാധ്യത ഉണ്ടാകും. അതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നില്ല അത് നമുക്കൊന്ന് കെയർഫുള്ളായിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് വരില്ല കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വൃത്തിയായിട്ടൊന്ന് അനലൈസ് ചെയ്ത് വെക്കണം ഒരു പ്രാവശ്യമെങ്കിലും. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാനറ്ററി പൊസിഷനൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ നമ്മുടെ ആയിട്ടുള്ള ആ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.